ഇന്ന് ഞാൻ ഒരു ഡേ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് വന്നേക്കാൻ ആദ്യമായിട്ട് തന്നെ അടുക്കള കംപ്ലീറ്റ് കൊണ്ട് അടിച്ചു വരും. ഇന്നലെ രാത്രി ഞാൻ തുടച്ചിട്ട് കിടന്നതാണ്. മീനിൻ്റെ പരിപാടിയൊക്കെ കൊടുന്ന് മീൻ കായം തേക്കലും മുറിച്ചലൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ മുളകിൻ്റെ പൊട്ടും പൊടിയൊക്കെ വീഴുമല്ലോ. അപ്പോൾ ഈ കുട്ടിയുള്ള കാരണം നമ്മളത് തുടച്ചിട്ടാണ് കിടക്കുക. അല്ലെങ്കിലും വെള്ളമൊക്കെ ആവുകയാണെന്ന് വെച്ചാൽ അതാണ് തുടച്ചിടും. അപ്പോൾ നന്നായിട്ട് അടിച്ചു വാരി റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ രാവിലെ എത്ര നേരത്തെ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പണി താത്താന്ന്. പൊന്നാര മക്കളെ, പേരും കൂടിയും വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. പണിയില്ലാന്ന് ആരും പറയില്ല. പേരും കൂടി വൃത്തിയാക്കണവർക്ക് അറിയാം. പിന്നെ പറഞ്ഞാൽ എഡിറ്റിങ് അപ്ലോഡ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേറെ സമയം നമുക്ക് വേണം. ഇപ്പോൾ നിങ്ങളെ മുന്നിലേക്കൊരു വീഡിയോ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ സമയം നമ്മൾ ചിലവാക്കണം. എന്നാലേ നിങ്ങളെ മുന്നിലേക്കൊരു വീഡിയോ എത്തുള്ളൂ. ഞാൻ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യും, എഡിറ്റിങ് ചെയ്യും. പിന്നെ ഒരു സമയം കിട്ടുന്ന സമയത്ത് എക്സ്പോർട്ട് ചെയ്യും. പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യും. പിന്നെ അതിലേക്കുള്ള ചിത്രം ഉണ്ടാക്കും. അങ്ങനെ പല 4-5 ഭാഗങ്ങളിലാക്കിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അല്ലാതെ ഒന്നായിട്ട് നമുക്ക് ഇരിക്കാൻ സമയം കിട്ടില്ല, കുട്ടിയുള്ളതല്ലേ. പിന്നെ റാണി ഡ്രൈവിങ്ങിന് പോകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിന്മേൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വീട്ടിൽ വേറെ ജോലി ചോറും കൂട്ടാനാക്കിയതോടുകൂടി നമ്മൾ പണി കഴിഞ്ഞിട്ടില്ല. അടിക്കൽ, തിരുമ്പൽ, തുടക്കൽ പല പരിപാടി നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ അടിയിൽ കൂടി ഞാൻ ഇന്നലെ രാത്രി അരി വെള്ളത്തിലിട്ടതാട്ടോ. റേഷൻ പീടികത്തെ അരിയാണ്. അപ്പോൾ അത് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് വെക്കാനുള്ള ചോറും ആദ്യം ഞാനത് ചെയ്യൽ വെച്ചാൽ ചോറാണ് തീമട്ട ചെയ്യുക. ചോറ് തീമട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പാട്ടിലൊക്കെ ഇടുന്ന് തളിച്ചോളും. അപ്പോൾ അത് നമുക്കൊരു സൈഡിൽ അങ്ങനെ കടി ഉണ്ടാക്കലും ഒക്കെ റെഡിയാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇന്ന് ചാറ് വെക്കാനില്ല. ഇന്നലെ ഉച്ചയ്ക്ക് കർമ്മത്തിച്ചാറ് വെച്ചിരുന്നു. ഞാൻ മോര് പാർന്ന് കർമ്മത്തിച്ചാറ് വെക്കുകയാണെങ്കിൽ എന്തായാലും 2 ദിവസത്തിനാണ് വെക്കുക. നമുക്ക് പിറ്റേന്നാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് അരി വെള്ളം കൂടി ഒപ്പം ഗ്യാസ് അടുപ്പിൽ കറണ്ട് അടുപ്പുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിരുന്നു, അത് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദോശ എങ്ങനെ താത്തങ്ങൾ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ വീഡിയോ എടുക്കാൻ ഉള്ളത് എപ്പോഴും നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ദോശ പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു എന്താണെന്ന് വെച്ചാൽ ഈ ദോശ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവില്ല. പിന്നെ പുറത്തുള്ളവർ ആരെങ്കിലും ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പൊടി കലക്കിക്കാണ്ട് ഉണ്ടാക്കുക, അരി അരച്ചുകാണ്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ ചോറ് ഇന്ന് ഞാൻ കറണ്ടിൻ്റെ അടുപ്പ് മേലെ വെച്ചിട്ടുണ്ട്. കറണ്ട് കുറച്ചും കൂടി കൂട്ടി കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് കറണ്ടിന് അത്ര ബില്ലാവൂലേ, ഗ്യാസിന് നല്ല ഇതാവൂലേ എന്നൊക്കെ ഒക്കെ ശരിയാണ്. ഗ്യാസിനും കറണ്ടിനൊക്കെ അത്യാവശ്യം ആവും. 3000-ൻ്റെ ഉള്ളിലാണ് വരിക കറണ്ടിന്. പിന്നെ 2 പണിക്കാരുണ്ടല്ലോ, അവരും വന്നതിൻ്റെ ശേഷം ലൈറ്റും ഫാനൊക്കെ അതും ഇടും. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനും ഇതൊക്കെയല്ലേ യൂസ് ചെയ്യണേ. പിന്നെ പറഞ്ഞാൽ വീട്ടിൽ ഹെൽപ്പിന് ആരുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കൂടുതൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഹെൽപ്പിന് ഒരാളെയും കിട്ടാതെ ഇനിയിപ്പോൾ ഒരു അടിച്ചൊരു തുടക്കാൻ ഒരാളെ കിട്ടിയാൽ തന്നെ ചോറും കൂട്ടാനും അപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോഴും ഈ ഗ്യാസും കറണ്ട് അടുപ്പും ഒക്കെ തന്നെ അല്ലേ ആവുക. പിന്നെ വിറകടുപ്പത്ത് കത്തിച്ച് അതിന് നമ്മൾ വിറകുണ്ടാക്കാൻ ഒരാളെ തരാൻ നിൽക്കണം, അത് അട്ടത്ത് കാക്കണം. പിന്നെ ആണെച്ചെങ്കിൽ ഓലക്കടി വെട്ടിയിരിക്കുക. അപ്പോഴൊക്കെ നമുക്ക് ഓരോരോ പണിക്കാർ വിളിച്ചുമ്പോൾ അതിനൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പോൾ നമ്മളത് അറിയണില്ല എന്നുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുപ്പ് കത്തിച്ച് ആ വിറകടുപ്പ് കത്തിക്കാവുമ്പോൾ അവിടെ കരി പിടിച്ചത് തേച്ചാനും കഴിക്കാനും ഒക്കെ പല ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ പൈസ ഒന്ന് കണക്കൂട്ടി നോക്കി നമ്മളൊരാളെ വിളിച്ച് കണ്ട് ചെയ്യിക്കണതും ഒരു സ്ഥിരമായിട്ട് നിർത്തിയാലേ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു സ്ഥിരമായിട്ട് ഒരാളെ നിർത്തിയാലും കംപ്ലീറ്റും അടുപ്പത്ത് തന്നെ വെച്ചുണ്ടാക്കാൻ പറ്റില്ല. എന്തായാലും ആരും അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് കിട്ടൂല. അപ്പോൾ തെറ്റായിട്ടല്ല ഞാൻ പറയണത്, ഒരു അഭിപ്രായങ്ങൾ ചോദിച്ചതായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും പറയണത്. ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടും ഒന്നുമല്ല നിങ്ങളോട് ഇത് പറയണത് കേട്ടോ. അപ്പോൾ നമ്മളെ ദോശൻ്റെ മാവ് അരച്ച് നല്ല വെള്ളം പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നൈസായിട്ട് അരച്ചിട്ട് നല്ല വെള്ളം എത്ര നമ്മൾ ലൂസാക്കണം, അപ്പോഴേ നമുക്ക് ദോശ നന്നായി കിട്ടുള്ളൂ. അപ്പോഴേക്ക് റാണി തേങ്ങ ചിരകി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് നമുക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക.
തേങ്ങ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയപ്പോഴത്തേന് ഞാൻ രണ്ടടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടടുപ്പത്ത് വെച്ച് കാണാണ് എപ്പോഴും ദോശ ചുട്ടെടുക്കൽ, നമുക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെ പാരുമ്പോൾ തന്നെ അറിയാം ഇതിൽ വെള്ളം കുറവാണെന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പാരലിൽ ഒന്നായിട്ട് ഗ്രൗണ്ടാക്കിയിട്ട് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാർന്നപ്പോൾ വെള്ളം അതിൽ കുറവാണ്. അപ്പോൾ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ചുട്ടെടുത്ത് നോക്കി. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ള മിസ്റ്റേക്കാണെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ വെള്ളം അത്യാവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ദോശ റെഡിയായി കിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ 2 ചട്ടിയിലും ആയിട്ട് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് അത് അടുത്ത ദോശകളും അതേപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ തേക്കണ എണ്ണ അതിൽ ഒഴിച്ച് വെക്കും, വെളിച്ചെണ്ണയും എള്ളെണ്ണയും കൂടി ഒഴിച്ച് വെക്കും. അപ്പോൾ ആ ഒഴിച്ച് വെക്കണ എണ്ണയിൽ തന്നെ എണ്ണ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ദോശക്ക് തേച്ച് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ദോശക്കല്ല് ഞാൻ കൈകാറില്ല, അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. അപ്പോൾ ഈ ദോശക്കല്ല് ഇമ്മൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം തുടച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ദോശ പകുതി മുക്കാലും ചുട്ടാവണുള്ളൂ, ഓരോരുത്തർ ചായക്ക് വരുന്നുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറ് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലാസ്കിലുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഞാൻ കോഴി വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. അത് കഴിഞ്ഞാണ്ട് ഇപ്പോഴാണ് ഞാനത് റെഡിയാക്കാൻ വരുന്നത്. അപ്പോൾ അത് പിന്നെ തീമക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ കോഴിക്ക് 6 പച്ചമുളകും 1 വല്യുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഓരോ സ്പൂൺ വീതവും, കുറച്ച് മല്ലിൻ്റെ ഇലയും കരിവേപ്പിൻ്റെ ഇലയും, അതേമാതിരി 2-3 തക്കാളി, ഒരു 3-4 ഉരുളൻകിഴങ്ങ് എന്താ ചെയ്തേക്കണ അറിയാം എനിക്ക്, ഞാൻ തോല് കളഞ്ഞിട്ടില്ല, നല്ലവണ്ണം അത് കഴുകിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് ചെയ്തേക്കണത്. അത് കണ്ടില്ലേ, അങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ തോലിലാണ് നമുക്ക് അധികം വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ വെന്ത് കഴിഞ്ഞാൽ ആ തോല് തോലിൻ്റെ അത്ര പോലും കൂടി ഇല്ല കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. കാരണം വെച്ചാൽ എരിവുള്ള മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി അത്യാവശ്യമാണ്. കണ്ട നമ്മൾ പൊടിച്ച മുളക് മഞ്ഞൾപ്പൊടി അടിയിലുണ്ട്, മേലെ കിറ്റുന്ന് കിട്ടിയ മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കളറ് വ്യത്യാസം കണ്ട. നമ്മൾ സാധാരണ അത് എടുക്കലില്ല, ആർക്കെങ്കിലും കൊടുക്കലാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് പൊയ്ക്ക് പൊട്ടിച്ചിട്ട് മറ്റേ ആലിണ്ടാവുമ്പോൾ ഓനക്ക് കൊടുക്കലാണ്. കയ്യല് ഈ കിട്ടിയെടുത്തോളം എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുപോകാൻ നാട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മളാ കോഴിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ കോഴി നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ തോലോടുക്കനെ വാങ്ങിച്ച കോഴിയാട്ടാ. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനിപ്പോൾ നിങ്ങൾ കറി വെക്കുകയാണെങ്കിലും പിന്നെ ബിരിയാണി വെക്കുകയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും കഴിയുന്നതും കാക്കാനോട് അങ്ങനെ തോലോടുക്കനെ കൊടുന്നാൽ മതി എന്നാണ് പറയാം. അത് നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്യാസുമ്മേ തന്നെയാണ് മൺചട്ടി വെക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലാക്കിക്കാണ്ട് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു വെള്ളം തീരെ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചു കണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇന്നലെ വെച്ച കർമ്മത്തി കറിയുള്ളത്, അതപ്പോൾ ഉമ്മാക്ക് പറ്റൂല. അപ്പോൾ ഞാൻ കുറച്ചൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അടുപ്പത്ത് അതും കൂടി കിടന്നുകാണ്ട് ചെറിയ തീയിലൊന്ന് വെന്ത് വരണം. അപ്പോഴേക്കും നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. യേസക്കുട്ടി ഉണ്ടാ ഞാൻ വീഡിയോ എടുക്കണ കണ്ട സൗണ്ട് കേട്ടാൽ വരുവോളെ. അവൾക്ക് എന്താ വെച്ചാൽ അതിൻ്റെ കാൽമ പിടിച്ചിട്ട് പിന്നെ കയറാനാണ്. അതിന്മേലെ ഒരു ചെറിയൊരു പേസ് പോലെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പിന്നെ ഇതിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ പേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ മെനക്കെട്ട് വരുന്നത്. ആ ലൈറ്റ് കത്തിച്ച എത്ര കളിയാണെന്നുണ്ടെങ്കിലും ആ ലൈറ്റ് ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റാണ്ട് ഓണാക്കിയാൽ ഓൾക്കറിയാൻ പറ്റും അത് ഓണാക്കിക്കണമെന്ന്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ കൂടുതൽ വെള്ളം ചെറിയ തീയാടി അതങ്ങനെ ഒന്ന് ചൂടായി കൊണ്ടാണ് വേണ്ടത്. വെള്ളം ഉണ്ടാവും. ചട്ടിയിലെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ കറി ചെറിയ തീയിലൊന്നും ആക്കണ്ട. അത് മൺചട്ടിയിലാകുമ്പോൾ ഒന്ന് അടി പിടിക്കണ പോലെ വരും വെള്ളം തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ.
ആ ഒരു പ്രശ്നം അല്ലാത്ത കുഴപ്പങ്ങളും കറി വെച്ചതാണ്. അപ്പോൾ ഒന്ന് തളിച്ച് കഴിഞ്ഞാലും ഞാൻ ചെറിയ തീ തന്നെ കുറച്ച് വെള്ളമെടുക്കാമെന്ന് വിചാരിച്ച് കണ്ടാണ് അങ്ങനെ വെക്കുന്നത്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അടുക്കള ഒന്ന് വെള്ളം പാർന്നൊക്കെ വടിച്ച് റെഡിയാക്കി ഇട്ടത് കേട്ടതാണ്. കാരണം വെച്ചാൽ ഇപ്പം ഈ പുറത്ത് മഴ ഇങ്ങനെ ചീഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് പിന്നെ വടിച്ചെടുത്ത് കഴിഞ്ഞാലും നല്ലോണം ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി കിട്ടില്ല. നേരെ മറിച്ച് പുറത്ത് നല്ല വെയിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വടിച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. പിന്നെ കുറഞ്ഞൊരു വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി വൈക്ക് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പേടിയുണ്ട്. പിന്നെ ഈ സമയത്തൊക്കെ നമ്മളെ ഇടയിൽ അവളുണ്ടാവും. ഇപ്പോൾ പിന്നെ അവൾ എടുത്ത് കളിപ്പിക്കണം എന്നൊന്നുമില്ല. നമ്മൾ അവളുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാവണം എന്നുള്ളൂ. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് കളിച്ചോളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ നോക്കും, അവളെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ഒന്ന് ചിരിച്ചുകാണ്ട് അവളെ കളി തുടരും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതൊന്ന് കുടഞ്ഞ് വെച്ച് കൊടുത്തുട്ടാ. കുടഞ്ഞ് വെച്ച് ചൂടൊക്കെ എല്ലായിടത്തേക്കും റെഡി കറക്റ്റായി അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇളക്കി കൊടുത്തത്. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ അടി പിടിക്കുക ഉടഞ്ഞു പോകും എന്തെങ്കിലും വിചാരിച്ചിട്ടാണ് കുടഞ്ഞു കൊടുത്തത്. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ അത് നന്നായിട്ട് എല്ലാ ഭാഗവും ചൂടായി കഴിഞ്ഞാൽ ഇതേമാതിരി വെള്ളം റെഡിയാവും. പിന്നെ നമുക്ക് അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ചെറിയ തീയിലാക്കിയിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പാടുകയാണ്. ഇറച്ചി ഇപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലെല്ലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെഷീനിൽ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞ് കണ്ട് അതിക്ക് ആവശ്യത്തിനുള്ള സർഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സാധാ മെഷീനിലാണ് ഇപ്പോൾ ഞാൻ തിരുമ്പാട്ട് കൊടുത്തത്, ഓട്ടോമാറ്റിക്കിലല്ല കേട്ടോ. അപ്പോൾ തിരുമ്പാനൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് വന്നുകാണ്ട് ഒന്ന് ഇളക്കി വെക്കുകയാണ് ഇറച്ചി. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കണ്ടം പട്ടി ഇട്ട് കൊടുത്തു. നല്ല വെന്തതിന് ശേഷം കേട്ടോ ഒരു കണ്ടം പട്ടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഒടുവിന് വെന്തിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എണ്ണ വെച്ച് ചൂടാക്കൂലേ, നമ്മൾ താളിക്കാൻ വെക്കൂലേ, താളിക്കാൻ വെച്ചതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഗരം മസാല ചൂടാക്കി താളിച്ച് ഉള്ളിയൊക്കെ മൂത്തിൻ്റെ ശേഷം കരിവേപ്പിൻ്റെ ഇല ഇട്ടതിൻ്റെ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അതിലിട്ടുകാണ്ട് ഇതിലേക്ക് താളിച്ച് ഒഴിച്ച് നോക്കണ്ടി. അതിൻ്റെ ടേസ്റ്റും നിങ്ങൾ ആദ്യം തന്നെ ഇട്ടുകാണ്ട് റെഡിയാക്കുന്നതിൻ്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. ഇനി ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവരും ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇറച്ചിയും കർമ്മത്തിക്കറിയും ചോറുമാണ്. അല്ലാതെ പപ്പടം പൊരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ. അമ്മ വിശക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനാണ്ട് ചോറ് വിളമ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്ക ഉരുളൻകിഴങ്ങ് കൊടുന്ന് അപ്പോൾ അത് പൊരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെള്ളത്തിൽ കൈകലും ഇതൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഒരു 3/4 ഭാഗം 30 മിനിറ്റ് നേരം ചൂടുള്ള എണ്ണയിലിട്ട് പൊരിച്ചിട്ട് അടുത്തത് പിന്നെ ചൂടാറിയതിൻ്റെ ശേഷമാണ് അടുത്ത സെക്ഷനായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇതും കഴിഞ്ഞ് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നിസ്കരിക്കാനോണ്ട് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കട്ടോ. പിന്നെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.